ഹലോ മജുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ഇത് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്. അതുപോലെ എന്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവിയാണിത്. പക്ഷേ ഞാൻ കണ്ട് ആസ്വദിച്ചതുപോലെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതൊരു കൊറിയൻ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവിയാണ്. പക്ഷേ സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു വലിയ യുദ്ധവും കാര്യങ്ങളല്ല. തന്റെ പെങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധാരണ ഒരു ചെറുപ്പക്കാരൻ അവൻ നടത്തുന്ന എക്സ്ട്രീംലി സാഹസികമായിട്ടുള്ള ചില കാര്യങ്ങൾ. എന്റെ അമ്മേ, ഇതിലൊരു കൊടൂര വില്ലൻ വരാണ്ട് കഥയുടെ അവസാനം വരെ അവനെ പേടിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഓടുകയാണ്. എന്ന അവസാനം അവനും ഉണ്ടാവുമല്ലോ ആ ഒരു സമയം. ആ സമയത്തിന് വേണ്ടി നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കുക. എന്തൊരു കിടില മൂവിയാണെന്നറിയോ. അമ്പുകൾ കൊണ്ടുള്ള യുദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. എന്തായാലും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ആസ്വദിക്കുക. നിങ്ങൾ ഈ കഥ കണ്ടും കേട്ടും ആസ്വദിക്കുക. നേരെ പോവുകയാണ് നമ്മൾ ആ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഫാമിലിയെ മുഴുവനായിട്ടും ആ നാട്ടിലെ രാജാവിന്റെ ആൾക്കാർ വന്നിട്ട് ക്രൂരമായിട്ട് കൊല്ലുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്ന ഒരു ആങ്ങളെയും പെങ്ങളെയും കാണിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ വീഴുകയാണ്. ആ ഒരു ചെറിയ പെൺകുട്ടിയെ കടിച്ചു കയറാനായിട്ട് ഒരു നായ പാഞ്ഞു വരികയാണ്. എന്നാൽ എവിടുന്നറിയില്ല, ഒരു അമ്പ് വന്ന് ഈ നായയുടെ തല തന്നെ പൊളിച്ചു കളയുന്നുണ്ട്. അത് ആ കുട്ടികളുടെ അച്ഛനായിരുന്നു. അവൻ വേഗം വന്നപാട് എന്നെ മൂത്ത ചെറുക്കൻ റിയോ അവന് വിളിച്ചിട്ട് പറയാണ്, മരണം വരെയും ജീവൻ കൊടുത്തു നീ നിന്റെ പെങ്ങളെ നോക്കണം. അവളുമായിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പോഴേക്കും രാജാവിന്റെ പടയാളികൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഈ മനുഷ്യനെ രാജ്യദ്രോഹി എന്നുള്ള മുദ്ര കുത്തിയിട്ടാണ് ഈ മനുഷ്യന്റെ കുടുംബത്തെ മുഴുവനായിട്ടും ഇവർ ഇല്ലാതാക്കി നോക്കുന്നത്. എന്നാൽ പെങ്ങളുടെ ആ ഒരു ജീവനും പൊത്തി പിടിച്ചുകൊണ്ട് ആ ഒരു ചെറിയ ചെറുക്കനുണ്ടല്ലോ കാട്ടിലേക്ക് ഓടിക്കയറുകയാണ്. എന്നാൽ ആ ചെറിയ പെണ്ണ് സാധാരണ ഒരു പെണ്ണല്ല, കാന്താരിയാണ്. അവള് പറയാണ്, ചേട്ടാ ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോവാ, അച്ഛനെ രക്ഷപ്പെടുത്താം. ഇത്രയും ചെറിയ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ധൈര്യം കണ്ടോ. അവളിത് പറയാൻ മാത്രമല്ല, അവൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. ഒരു രക്ഷയിലായിട്ട് അവസാനം റിയോ ചെയ്യുന്നത് അവളെ കെട്ടിയിടുകയാണ്. അതുപോലെ റിയോ നോക്കുമ്പോൾ പട്ടാളക്കാർ മുഴുവനായിട്ടും അവന്റെ അച്ഛനെ വളഞ്ഞു. അച്ഛന് നല്ലൊരു ധീരനാണ് കേട്ടോ. മരിക്കുന്നതിന് മുന്നേ ഒരുപാട് പട്ടാളക്കാരെ കൊല്ലുന്നുണ്ട്. അവസാനം ഇവരെല്ലാവരും വളഞ്ഞ് ആ മനുഷ്യന്റെ തല വെട്ടിയെടുക്കുകയാണ്. ദയനീയമായി ആ ഒരു കാഴ്ച നോക്കി നിൽക്കാനേ റിയോക്കും അവന്റെ അനിയത്തിയായിട്ടുള്ള ജെയിനും കഴിഞ്ഞുള്ളൂ. ഇതേ സമയത്തിന് ഇവർ ആക്രമിക്കാനായിട്ട് രണ്ട് നായ്ക്കൾ വരുന്നുണ്ട്. ഒരെണ്ണത്തിന് അമ്പ ചെയ്ത് ഈ റിയോ കൊന്നു കളഞ്ഞു. എന്നാൽ മറ്റേതാണെങ്കിൽ ഇവർ ആക്രമിക്കാൻ വരികയാണ്. രണ്ടും കൽപ്പിച്ചൊരു കല്ലെടുത്ത് ഈ നായുടെ തല അടിച്ചു പൊളിച്ചുകൊണ്ട് അവന്റെ അച്ഛൻ അവന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞായിരുന്നു. ആ സ്ഥലത്തേക്ക് ഇപ്പൊ റിയോ അവന്റെ അനിയത്തിയും കൂട്ടി പോവുകയാണ്. അങ്ങനെ കുറച്ചു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജെയിന് നോക്കുകയാണെങ്കിൽ ചേട്ടന്റെ പിറകില് പേടിച്ചേരേണ്ട ഒരു മാൻപേടയെ പോലെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു? എന്താണോ അവനോട് അവന്റെ അച്ഛൻ പറഞ്ഞത് അതുപോലെ തന്നെ റിയോ പറയാണ്, എന്റെ മക്കളെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജാവിന്റെ ദുർഭരണം കാരണം ഞാൻ അതിനെതിർത്തു. അയാൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കും, എന്തായാലും നെയ്യും സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജാണ് അവന്റെ അച്ഛൻ അവന്റെ കൂട്ടുകാരനായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പുതിയ വസ്ത്രവും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു പ്രഭു പറയാണ്. അതുപോലെ തന്നെ അവിടെ ഈ പ്രഭുവിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, സിയോക്ക് നമ്മുടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, റിയോയുടെ അനിയത്തി ജെയിൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു കഴിഞ്ഞു ഈ സിയോക്കിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർക്ക് വസ്ത്രവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് പ്രഭുവിന്റെ ഭാര്യ. രാത്രിയായപ്പോ കുഞ്ഞിപ്പങ്ങളുമായിട്ട് അവനൊരു മുറിയിലേക്ക് കയറുകയാണ്. ആ ചെറിയ ചെറുക്കന്റെ മനസ്സിൽ മുഴുവനായിട്ടും ആകുലതയായിരുന്നു, എങ്ങനെ ഇവളെ നോക്കും. എന്തായാലും ഒരു കാര്യം അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, മരണം വരെയും ജീവൻ പോയാലും ഇവളെ സംരക്ഷിക്കുമെന്ന്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ 13 വർഷം കഴിഞ്ഞു. അടുത്ത സീനിൽ ഒരു കാട് കാണിക്കുകയാണ്. ഒരു മാനിന്റെ പിന്നാലെ 3 പേര് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുന്നിൽ പോകുന്ന ആളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള റിയോ. നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറുപ്പക്കാരൻ തന്നെ. റിയോയുടെ കൂടെ തന്നെ വേറെയും 2 ആൾക്കാരുണ്ട്, അവന്റെ കൂട്ടുകാരാണ്. തൽക്കാലം നമുക്ക് അവരെ കന്നാസ് കടലാസ് എന്ന് വിളിക്കുക. അങ്ങനെ ആ ഒരു മാനിന്റെ പിന്നാലെ പാഞ്ഞു ചെന്ന് അതിനെ അമ്പ ചെയ്ത് വീഴ്ത്തുകയാണ് റിയോ അമ്പ ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ്. എന്തായാലും വീണ ആ ഒരു മാനിനെടുക്കാനായിട്ട് കന്നാസും കടലാസും അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ആ മാനിനെടുക്കാനായിട്ട് അവർ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഈ പുലിയെ പിടിക്കാനായിട്ട് വെച്ച കെണികൾ അവർ കാണുകയാണ്. പേടിച്ചു പോകുന്നുണ്ട്. കാരണം പുലിയെ പിടിക്കാൻ ഇവിടെ കെണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുലി ഉണ്ടാവുമല്ലോ. അവര് തിരിഞ്ഞു ഓടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ റിയോ വരികയാണ്. അവൻ ചെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവസാനം ഈ മാനിയെ തൂക്കിയെടുത്തോണ്ട് ഇവര് പോവാണ്. അവസാനം രാത്രിയായപ്പോ കുറെ കള്ളും മേടിച്ച് ഇതിനെ നല്ല നിർത്തിച്ചൊട്ടി ഇവരങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിച്ചു കയറി കിക്കായ സമയത്ത് നമ്മുടെ റിയോ അതുപോലെ തന്നെ കന്നാസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് പൂരം തല്ലാവുകയാണ്. കൂട്ടുകാരാണ് കേട്ടോ, കാര്യമായിട്ടുള്ള തല്ലല്ല. കള്ളു കുടിച്ച് തലക്ക് കയറിയപ്പോ ഓരോ ഭ്രാന്ത് തോന്നിയതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. ഈ കടലാസാണെങ്കിൽ ഇവർ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് പ്രഭുവിന്റെ മകനായിട്ടുള്ള സിയോക്ക് വരികയാണ്. സിയോക്ക് പറയാണ്, ഞാനും നിങ്ങളുടെ കൂടെ ഒന്ന് അടിച്ചോട്ടെ, പക്ഷെ ഇവിടുന്ന് വേണ്ട, കുറച്ച് ഇവിടെ നല്ല സെറ്റപ്പിൽ എന്ന് പറയാണ്. എന്നിട്ട് ഇവരെയും കൂട്ടിയിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു ബാറിലേക്ക് ചെല്ലുകയാണ്. കള്ളെല്ലാം കുടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ റിയോ പറയുന്നുണ്ട്, നല്ല അടിപൊളി സാധനം. കന്നാസിന്റെയും കടലാസിന്റെയും കാര്യം പറയണ്ടോ, അവന്മാര് നല്ല കയറുകയാണ്. ഇതിനിടയിൽ കള്ളൊഴിച്ചു കൊടുക്കാൻ വന്ന ആ പെണ്ണിന്റെ കയ്യിൽ നിന്നും കള്ള് മേടിച്ചിട്ട് ഈ സിയോക്ക് പറയണം, ഞാൻ ഒഴിച്ചു കൊടുത്തോളാം. നേരെ റിയോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്താടാ നിനക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, കാര്യം പറയാന്ന് പറയണം. ധൈര്യമായിട്ടിന് സിയോക്ക് പറയുന്നുണ്ട്, റിയോ എനിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടം
ഇഷ്ടമാണ്, എനിക്ക് അവളെ കെട്ടിച്ചു തരണം. ഇത് കേട്ട പാടെ റിയോ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. റിയോ പറയാണ്, ഞാനൊരു രാജ്യദ്രോഹിയുടെ മകനാണ്, അവളും അതുപോലെ തന്നെ, അപ്പോൾ അവളെ വിവാഹം കഴിക്കണോ? ചിലപ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇത് വലിയ ഇഷ്ടാവില്ല. റിയോ, നിങ്ങൾ അതൊന്നും നോക്കണ്ട, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു ഇപ്പൊ സിയോക്ക് പറയാണ്. എന്നാലും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, റിയോ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. പ്രഭുവിന്റെ മകനാണ്, കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ. ഓരോ ഉടായ്പ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റിയോ അതിൽ നിന്ന് പിന്മാറാൻ നോക്കണം. അവസാനം റിയോ പറയാണ്, നീ ആയുധം എടുക്ക്, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം, ആരാ ജയിക്കുന്നത് അതിനനുസരിച്ച് കാര്യം തീരുമാനിക്കാം. ഞാനാ ജയിക്കുന്നെങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ എന്റെ പെങ്ങളുമായിട്ട് ഈ നാട് വിടുന്നു പറയണം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയാണ്. ഇതിനിടയിൽ റിയോ നന്നായിട്ട് മദ്യപിച്ചായിരുന്നല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ ഈ ഫൈറ്റിനിടയിൽ റിയോ അങ്ങോട്ട് വാള് വെക്കാണ്. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മുടെ സിയോക്കിന്റെ അണ്ണാക്കിലേക്ക് തന്നെ. പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രഭു അറിയാണ്. രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ച് റിയോക്ക് നല്ല കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം തന്നെ സിയോക്ക് ഇരിക്കുന്നുണ്ട്. സിയോക്കിന് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. പ്രഭു അവന് ഭയങ്കരമായിട്ട് ചെയ്തു പറയാണ്, 10-13 വർഷമായി നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് ഇങ്ങനെ അലസനായിട്ട് നടക്കുന്നത്? ആയുധം പരിശീലിക്കുന്നില്ല, മര്യാദക്ക് പഠിക്കുന്നില്ല, എന്താ നിന്റെ ഉദ്ദേശം? ഈ സമയത്ത് നമ്മുടെ റിയോ ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവന്റെ ഉള്ളിൽ അവന്റെ അച്ഛൻ പോയതിന്റെ ആ ഒരു വിഷമം ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഞാനൊരു രാജ്യദ്രോഹിയുടെ മകനാണ്, ഞാൻ പഠിച്ചിട്ടോ ആയുധം പരിശീലിച്ചിട്ടോ ഒരു കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ പ്രഭു, നിങ്ങൾ എനിക്ക് അഭയം തന്നു, എന്നിരുന്നാലും എനിക്കൊരു കാര്യം അറിയാം, എന്റെ അച്ഛനെ പോലെ തന്നെ രാജാവിനെ ധിക്കരിച്ച ആളാണ് നിങ്ങൾ. എന്താ നീ ധിക്കാരം പറയുന്നത്? എന്നിട്ട് പ്രഭു അടിക്കാൻ നോക്കുകയാണെങ്കിലും റിയോ പറയാണ്, എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എനിക്ക് ഇനിയും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് റിയോ അവിടുന്ന് പോവാണ്. പോകാൻ സമയത്ത് ഈ പ്രഭു പറയുന്നുണ്ട്, എന്റെ മകൻ സിയോക്കിന് പേരിട്ടത് നിന്റെ അച്ഛനാണ്, അതുപോലെ നിന്റെ പെങ്ങൾക്ക് പേരിട്ടത് ഞാനാണ്. ഇവിടെ വെച്ച് ഞാനൊരു കാര്യം തീരുമാനിക്കുകയാണ്, രണ്ടുപേരുടെയും വിവാഹം നടത്താനായിട്ട്. ഇത് കേട്ടപ്പോൾ സിയോക്ക് ആകെ ഞെട്ടിപ്പോവാണ്. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാതെ റിയോ ഇവിടുന്ന് പോകുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് പോയിട്ട് കാട്ടിലിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ ആയുധ പരിശീലനം അത് അവൻ നടത്തുന്നുണ്ട് കേട്ടോ. അമ്പ് ഇങ്ങനെ വിട്ട് കളിക്കുകയാണ്. എന്നാൽ അവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ആ ഒരു അമ്പ് പോയി കുത്തുന്നില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് കൂടെ കുറെ അമ്പ് പോവല്ലാതെ ഒന്നും ലക്ഷ്യത്തിൽ തട്ടുന്നില്ല തോന്നും. മനസ്സിന് ഒരു ഏകാഗ്രത ഇല്ലാത്തോണ്ടായിരിക്കണം. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് നമ്മുടെ ജെയിൻ വരികയാണ് കേട്ടോ. ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ലായിരുന്നു എന്ന് ജെയിനോട് റിയോ പറയാണ്. അതുപോലെ തന്നെ ജെയിനും ഒരു അമ്പെടുത്തുകൊണ്ട് അവള് നേരെ വിടുകയാണ്. കറക്റ്റായിട്ട് ലക്ഷ്യത്തിൽ ചെന്ന് തറക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറ്റാതെ റിയോ പറയാണ്, അങ്ങനെയല്ല, കൈ ഇങ്ങനെയൊക്കെ വളച്ചിട്ട് അങ്ങനെയൊക്കെ വിടണം എന്ന് പറയണം. പിന്നെ ജെയിൻ വന്ന കാര്യം ചോദിക്കുകയാണ്, ചേട്ടന്റെ അഭിപ്രായം എന്താണ്, ഞാൻ സിയോക്കിനെ വിവാഹം കഴിക്കണോ വേണ്ടയോ? റിയോ പറയാണ്, അത് വേണ്ട മോളെ. അതായത് റിയോ ഇതിനെ എതിർത്തതിന് കാരണം അവന്റെ അച്ഛനെ പോലെ തന്നെ ഈ പ്രഭുവും രാജാവിനെ എതിർത്ത ആളാണ്. അധികം വൈകാതെ ചിലപ്പോൾ രാജാവിന്റെ പടയാളികൾ ഇങ്ങോട്ടേക്കും വരും, ഈ കുടുംബത്തെ ആക്രമിക്കും. നമുക്ക് പണ്ട് എന്താണ് സംഭവിച്ചത് അത് തന്നെ വീണ്ടും നമ്മൾ സഹിക്കണോ, അനുഭവിക്കണോ എന്ന ചില കാര്യങ്ങൾ ജെയിൻ അവളുടെ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു കേട്ടോ. അവൾ തിരിച്ചു പോവാണ്. റിയോ ചോദിക്കുകയാണ്, എന്റെ സമ്മതം ഇല്ലാതെ നീ അവനെ വിവാഹം കഴിക്കോ? അവനെ നോക്കി ഒരു നോട്ടം നോക്കിയിട്ട് അവൾ അവിടുന്ന് പോവാണ്. അവസാനം റിയോ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അധികം വൈകാതെ സന്തോഷത്തിന്റെ ആ ഒരു ദിവസങ്ങൾ വരികയാണ്. പ്രഭുവിന്റെ മകന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജെയിനിന്റെയും വിവാഹം, അതിന്റേതായ എല്ലാ ആഘോഷങ്ങളും തുടങ്ങുന്നുണ്ട്. റിയോ അവന്റെ പെങ്ങൾക്ക് വേണ്ടി നല്ല ഭംഗിയുള്ള 2 ഷൂ മേടിച്ചിട്ടുണ്ട്. അത് അവൾക്കായിട്ട് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് റിയോ ഇപ്പൊ അവിടുന്ന് പോവാണ്. മാത്രമല്ല നല്ല രീതിയിൽ തന്നെ അവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ മനസ്സുകൊണ്ട് പെങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് റിയോ അവിടുന്ന് പോവാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് അവന്റെ കുറച്ച് വസ്തുക്കളൊക്കെ അവൻ എടുക്കുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഇന്നലെ രാത്രി അവൻ ഒരുപാട് തവണ അമ്പ് വിട്ട് കളിച്ചായിരുന്നല്ലോ, ഒന്നും ലക്ഷ്യത്തിൽ കൊണ്ടിട്ടില്ല. അവന്റെ പെങ്ങളെ വിട്ടത് അവിടെ കൊണ്ടിട്ടുണ്ട്, അത് അവൻ ഊരിയെടുക്കുകയാണ്. എന്നാൽ ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ? അവന്റെ ലക്ഷ്യത്തിൽ കാണുന്ന ആ സ്ഥലമായിരുന്നില്ല, അതിന്റെ തൊട്ടു പിന്നിൽ ഇരുട്ടത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവൻ വിട്ട ഒരൊറ്റ അമ്പ് പോലും ലക്ഷ്യം തെറ്റിയിരുന്നില്ല. നിങ്ങൾ അതൊന്ന് നോക്കിയേ, എല്ലാ അമ്പുകളും കറക്റ്റായിട്ട് തൊട്ടപ്പുറത്ത് തറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അമ്പ് ചെയ്യുന്ന കാര്യത്തിൽ റിയോ ഒരാഗ്രകണ്യനാണ്. എന്നാൽ അവസാനത്തെ അമ്പ് അവൻ പറിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ തുമ്പത്തായിട്ട് ഭയങ്കര ഒരു വൈബ്രേഷൻ. ഇതേ നേരം തന്നെ ജെയിനിന്റെയും സിയോക്കിന്റെയും വിവാഹത്തിന്റെ ഒരു ചടങ്ങുകൾ നടന്നുകൊടുക്കുമ്പോൾ അവിടുത്തെ ആ ഒരു വെള്ളത്തിലേക്ക് ഇതേ വൈബ്രേഷൻ തന്നെ ഫീൽ ആവുന്നുണ്ട്. അധികം വൈകാതെ ഇവർക്ക് മനസ്സിലായി, രാജാവിന്റെ പടയാളികൾ ഈ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു, ഇങ്ങോട്ടേക്ക് വരികയാണ് അവന്മാര്. കുതിരപ്പാച്ചില് കാരണമാണ് ഇതുപോലുള്ള വൈബ്രേഷൻ ഉണ്ടായത്. എന്തായാലും ഇവറ്റകൾ അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാം ഒരുമാതിരി വേട്ട നായ്ക്കളെ പോലെയായിരുന്നു. വരിക, ഓരോരുത്തരെയും കൊല്ലുക, അതിക്രൂരമായിട്ട് തന്നെ ഓരോരുത്തരെയും ആക്രമിക്കാൻ തുടങ്ങുന്നുണ്ട്. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായമായിരുന്നോ ഒന്നും നോക്കാതെയാണ് ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തുന്നത്. അതിൽ തന്നെ ഒരു അമ്മയുടെ കയ്യിൽ നിന്നും ഒരു പിഞ്ച് കുഞ്ഞിനെ മേടിച്ച് ഒരാൾ കിണറ്റിലേക്ക് ഒരൊറ്റ ഏറാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ റിയോ വേഗം തന്നെ പാഞ്ഞു വരികയാണ് അങ്ങോട്ടേക്ക്. കാരണം അവന്റെ പെങ്ങൾ അവിടെയാണ്. എന്നാൽ അവനിങ്ങനെ ഓടി വരുന്ന സമയത്ത് ഈ കഥയുടെ കൊടൂര വില്ലൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ജോഷിൻഡോ, അവനും അവന്റെ ആ ഒരു വേട്ട പട്ടി കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ രാജാവും. രാജാവിനെ കണ്ടിട്ട് വലിയ പ്രായം തോന്നില്ല, ചിലപ്പോ ഇപ്പൊ അധികാരത്തിൽ കയറിയതായിരിക്കണം. അതുപോലെ തന്നെ ഈ ജോഷിൻഡോ അവന്റെ അമ്മാവൻ കൂടിയാണ്. ഇവരുടെ മുന്നിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ റിയോ വന്ന് ചാടുന്നത്. പെട്ടെന്ന് തന്നെ റിയോ കൊല്ലാനായിട്ട് ജോഷിൻഡോയുടെ ഒരാളെ അയക്കുന്നുണ്ട്. കുതിരപ്പുറത്ത് പോയ ആള് നമ്മുടെ റിയോയെ വെട്ടി വീഴ്ത്താണ്. എന്നാൽ അയാൾ തിരിച്ചു വന്ന സമയത്ത് ഈ പോയ ആളുടെ കഴുത്തിൽ ഒരു അമ്പ് തുളച്ചു കയറിയത് ഇവർ കാണുകയാണ്. അധികം വൈകാതെ ഇയാൾ നിലമ്പൊത്തി വീഴുന്നുണ്ട്. വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ഇവർ കരുതിയ റിയോ ആണെങ്കിൽ അവിടുന്ന് പെഴുന്നേറ്റ് ഓടുകയാണ്. ജോഷിൻഡോ ഇത് നോക്കി നിൽക്കോ, എത്രയും പെട്ടെന്ന് തന്നെ അവനെ അമ്പ് ചെയ്ത് കൊന്നു കളയാൻ വേണ്ടി പറയാ. അവന്റെ പിന്നാലെ
പിന്നാലെ ഇപ്പൊ എല്ലാവരും പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെയിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവളുടെ കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജാവിന്റെ ആൾക്കാര്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന സിയോക്കിന്റെ അമ്മയുണ്ടല്ലോ, അവളെ പിടിച്ചു വെക്കുകയാണ്. അവളൊന്നും ചെയ്യരുത് എന്നിട്ട് ഈ പട്ടാളക്കാരെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ സിയോക്കിന്റെ അമ്മയെ വെട്ടിക്കൊന്നു കളയുന്നുണ്ട്. ഇത് തടുക്കാനായിട്ട് ചെന്ന നമ്മുടെ സിയോക്കിന്റെ കഴുത്തിലും ഇതുപോലെ കയറിട്ട് അവര് വലിച്ചു കൊണ്ടുപോവാണ്. അടുത്ത സീനിൽ റിയോയെ കാണിക്കുകയാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ ഷിൻഡോയുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വരുന്ന ഓരോരുത്തർക്കെതിരെയായിട്ട് അവൻ അമ്പയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുത്തനെ തട്ടിക്കളയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പ്രഭു, അതായത് സിയോക്കിന്റെ അച്ഛനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു പോരാളിയാണ്. വാളെടുത്തുകൊണ്ട് ജെയിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു പട്ടാളക്കാരെ കൊന്നു. അദ്ദേഹം നന്നായിട്ട് തന്നെ പോരാടുകയാണ്. എന്നാൽ അവസാനം ഒരു കുന്തം വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറി അവിടെ പിടഞ്ഞു വീഴുകയാണ്. ഇത് നോക്കി നിലവിളിക്കുന്നുണ്ട് ജെയിനും അതുപോലെ തന്നെ സിയോക്കും. ഇപ്പൊ നമ്മുടെ റിയോയെ കാണിക്കുകയാണ്. അവൻ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഷിൻഡോയുടെ ആൾക്കാർ പിന്നോലെ വരുന്നുണ്ടല്ലോ. അവന്റെ അമ്പ് ഉപയോഗിച്ച് രണ്ടാമത്തെ ആളെയും അവൻ കൊന്നുകളയാണ്. എന്നാൽ ഷിൻഡോ ഇത് വന്ന് നോക്കാണ്. ഇയാൾക്ക് കാര്യം പിടികിട്ടി. നിസാരക്കാരനെല്ലാം മുന്നിലൂടെ ഓടുന്നത് അമ്പയത്തിലെ അഗ്രഗണ്യനാണ്. അവൻ അമ്പ് വിടുന്ന ആ ഒരു ശൈലി, ഈ കാര്യങ്ങളൊക്കെ നല്ലൊരു പോരാളിയായിട്ടുള്ള നല്ലൊരു അമ്പയത്തുകാരനായിട്ടുള്ള ഈ ജോഷിൻഡോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം റിയോ അമ്പയത്തിൽ മികച്ചതാണോ അതുപോലെ തന്നെ മികച്ച ആളാണ് ജോഷിൻഡോ. ഇയാളുടെ കയ്യിലുള്ള അസ്ത്രത്തിന് ഭയങ്കര പവറാണ്. അതായത് തോക്കിലെ എല്ലാ ബുള്ളറ്റും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഈ ഡബിൾ ബാരലിന്റെ ബുള്ളറ്റിനൊക്കെ നല്ല പവർ ആയിരിക്കും. അതുപോലെ ജോഷിൻഡോയുടെ ആ ഒരു അമ്പിന് നല്ല പവർ ആയിരുന്നു. അത് വെച്ച് ഇയാൾ ഒരു വിടൽ വിടുന്നുണ്ട്. റിയോയുടെ ആ ഒരു അമ്പിട്ട് വെക്കുന്ന ആ ഒരു കവറ് തന്നെ പൊട്ടിച്ചെതിര് അവൻ അപ്പുറത്തുണ്ടായിരുന്ന കൊക്കയിലേക്ക് വീഴുകയാണ്. എന്നാൽ അമ്പ് വിട്ട് കഴിഞ്ഞ സമയത്ത് ജോഷിൻഡോ അവിടുന്ന് തിരിച്ചു പോകണം. അതായത് ലക്ഷ്യത്തിൽ എത്തുമെന്ന് ജോഷിൻഡോയ്ക്ക് അത്ര ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദറും അതുപോലെ തന്നെ വലങ്കൈയായിട്ടുള്ള വാൻഹാന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ അമ്പും വില്ലൊക്കെ അവിടെ ചെതിരി കിടക്കുന്ന കാണുന്നുണ്ട്. താഴേക്ക് വീടിന്റെ ആ ഒരു രക്തപ്പാടും കാണുന്നുണ്ട്. അതായത് ഇവർ പിടിക്കാൻ വന്ന ആള് നേരത്തെ തന്നെ താഴേക്ക് വീണ് ചത്തിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, കാരണം അത് അത്രയും വലിയൊരു കൊക്കയാണ്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ പ്രഭുവിന്റെ ആ ഒരു സ്ഥലത്തേക്ക് ജോഷിൻഡോയും അവന്റെ ആൾക്കാരും വരികയാണ്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ രാജാവ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ. രാജാവ് ഒരു ചെറുപ്പക്കാരനാണ്. വന്നിട്ട് ഈ ജോഷിൻഡോയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ജോലികൾ തീർത്തിട്ട് വരണം. നമുക്ക് ഇനിയും ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്ന് ഈ രാജാവ് ജോഷിൻഡോയോട് പറയാണ്. തീർച്ചയായിട്ടും അങ്ങുന്നേ, ഞാൻ വേഗം വരുന്നു പറയാണ്. രാജാവിനോട് അത്രയും വിശ്വസ്തതയുള്ള ആളാണ് ഈ ജോഷിൻഡോ. എന്ന് ഈ രാജാവിനെ കാണുമ്പോൾ അത്ര മെച്യൂർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഒരു എടുത്തുചാട്ടക്കാരനായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല രാജാവ് പോകുന്നതിന് മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാണ്ട്. ഈ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലേക്ക് ചെന്ന് എല്ലാവരെയും കൊന്നൊടുക്കലാണ്. എന്തായാലും രാജാവുമായിട്ട് സുരക്ഷിതമായിട്ട് കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട് കുറച്ച് പട്ടാൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് അടിമകളെയും കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാവരെയും കെട്ടി വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജോഷിൻഡോ ഇപ്പൊ നിലവിൽ ഇവിടുന്ന് പോകുന്നില്ല. അവൻ ഇവിടെ തൽക്കാലം ചെറിയൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നേരത്തെ റിയോയെ പിടിക്കാൻ പോയ സമയത്ത് ജോഷിൻഡോയുടെ രണ്ടാൾക്കാരാണ് അവിടെ വെച്ച് മരണപ്പെട്ടു പോയത്. ഒരുപാട് വിഷമത്തിൽ ജോഷിൻഡോ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വാൻഹാൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു യുദ്ധമാണ്, യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും സ്വന്തം ആൾക്കാരോട് ഭയങ്കര ഒരു സ്നേഹവും അറ്റാച്ച്മെന്റ് ഒക്കെ ഈ ജോഷിൻഡോയ്ക്ക് ഉണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ അർദ്ധരാത്രിയായിട്ടുണ്ട്. ആ കൊക്കയുടെ താഴേക്ക് വീണ് നമ്മുടെ റിയോ താഴെ വീണ് മരിച്ചായിരുന്നില്ല. ഒരു കമ്പിൽ തട്ടി അവൻ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അതൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ജഡങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആ കൂട്ടത്തിൽ പ്രഭുവും മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരുപാട് അവൻ നിലവിളിച്ച് കരയാണ്. എന്നാൽ അവിടെ വെച്ച് അവന്റെ പെങ്ങൾ ജെയിനിന്റെ മൃതദേഹം അവന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ഇപ്പൊ ഈ അടിമകളാക്കി എല്ലാവരെയും കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ലേ. ഇവരെല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ജെയിനും ഉണ്ടായിരുന്നു, സിയോക്കും ഉണ്ടായിരുന്നു, കന്നാസും ഉണ്ട്, കടലാസും ഉണ്ട്. പോകുന്ന വഴിയിൽ വയ്യാതാവുന്ന ആൾക്കാരെ അവിടെ വെച്ച് തന്നെ ക്രൂരമായിട്ട് കൊന്നുകളയും. ഇപ്പൊ ശരിക്കും അവിടെ ഒരുപാട് ഡെഡ് ബോഡികളാണ്. അവരുടെ ആ ഒരു യാത്രയിൽ എല്ലാ ആൾക്കാരൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ തന്നെ കണ്ടില്ലേ ഒരു ഭാര്യയും അതുപോലെ അവളുടെ ഭർത്താവ് മരിച്ചു കിടക്കണം. ആ മരിക്കുന്ന സമയത്ത് വരെ അവരൊരുമിച്ച് കെട്ടിപ്പിടിച്ചാണ് മരിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ ജോഷിൻഡോയുടെ കുറച്ച് ആൾക്കാർ ഇവിടെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ഒരാളുടെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്ന് തുളച്ചു കയറുകയാണ്. ആ അങ്കലാപ്പിൽ നിൽക്കുന്ന അതേ സമയത്തിന് രണ്ടാമത്തെ ആളുടെ കഴുത്തിലേക്കും ഒരു അമ്പ് കയറുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് മൂന്നാമത്തെ ആൾ അവിടെ ഓടുകയാണ്. ഇയാളുടെ നെഞ്ചിലേക്കാണ് ഒരു അമ്പ് വന്ന് കയറുന്നത്. പക്ഷെ അപ്പൊ തന്നെ മരിച്ചില്ല. ഇയാൾ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ റിയോ വരികയാണ്. എങ്ങോട്ടേക്കാണ് അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇയാൾ ഒരു ദിശ കാണിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കിടന്ന് നിലവിളിക്കാണ്. അവസാനം ഇയാളും അവിടെ കിടന്ന് ചാവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇതിലൂടെ ജോഷിൻഡോയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവർ വന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലെ 3 ആൾക്കാർ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുകയെന്ന് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. റിയോയെ കുറിച്ച് ഇവർ ആലോചിക്കുന്നതന്നെയില്ല. കാരണം റിയോ നേരത്തെ തന്നെ മരിച്ചു എന്നാണ് ഇവർ കരുതുന്നത്. ഏതെങ്കിലും ഇവിടെയുള്ള ലോക്കൽ ടീംസ് ആയിരിക്കും ഇവരെ കൊന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവരെ തേടിക്കൊണ്ട് ഇപ്പൊ ജോഷിൻഡോയും അവന്റെ ആൾക്കാരും പോവാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ഈ അടിമകളെ മുഴുവനായിട്ടും ഒരു കൂട്ടർ കൊണ്ടുപോകാണല്ലോ. ഇപ്പൊ താൽക്കാലികമായിട്ട് അവരുടെ ഒരു പടനായകനുണ്ട്. ഒരു മുട്ടയാണ്, തീരെ ദയയില്ലാത്ത മനുഷ്യനാണ്. ഇയാൾ ആ കൂട്ടത്തിലേക്ക് വന്നിട്ട് ഇയാൾക്ക് പറ്റിയ ഒരു പെണ്ണിനെ നോക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജെയിനും ഉണ്ടായിരുന്നു. എന്നാൽ ജെയിനെയല്ല ഇയാൾക്ക് ഇഷ്ടമായത്, പകരം മറ്റൊരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെയും വലിച്ചുകൊണ്ട് ടെന്റിലേക്ക് പോകുന്നുണ്ട്. പാവം, അതിന്റെ കാര്യം ഇന്നത്തെ രാത്രിയിൽ ഭയങ്കര മോശമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ജോഷിൻഡോ അവന്റെ ഒരു പട്ടാളക്കാരന്റെ അടുത്തേക്ക് ഓടി വരികയാണ്.
പറയുകയാണ് അവൻ എന്തോ കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പ്രഭുവിന്റെ ഗ്രാമം ആക്രമിച്ചു കഴിഞ്ഞെങ്കിലും അവിടെ കുറച്ച് കാവൽക്കാരെ നിർത്തിയായിരുന്നു. അവരിൽ എല്ലാവരും മരിച്ചുപോയി, ഒരാൾ മാത്രം ബാക്കിയായിട്ടുണ്ട്. എന്നാൽ അവനെ മരിക്കാൻ വിടാത്തതാണ്. അത്രേ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആര്? റിയോ തന്നെ. പക്ഷെ അവർക്ക് നേരെ അമ്പ ചെയ്തത് റിയോ ആണെന്ന് ഇപ്പോഴും ജോഷിന്റെക്ക് അറിയില്ല കേട്ടോ. ഈ ജീവനോടെ വന്ന ആള് പറയുന്നത് അവനൊരു പുലിയെ പോലെയാണ്. എങ്ങനെയൊക്കെയാണ് ഇതിലൂടെയൊക്കെയാണ് അവൻ പാഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എവിടെ നിന്നൊക്കെയോ അമ്പുകൾ വന്നു, ഒരുപാട് പേരെ കൊന്നു. അവസാനം എന്നെയും കൊല്ലാനായിട്ട് മുന്നിലേക്ക് വന്നതാണ്. പക്ഷെ അവൻ എന്നെ കൊന്നില്ല. എന്താ കൊല്ലാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവന്റെ ലക്ഷ്യം കൊല്ലലല്ല എന്ന്. കൊല്ലലല്ല അവന്റെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് ഇവരുടെ പിന്നാലെ ആ അമ്പെയ്ത്തുകാരൻ കൂടിയിരിക്കുന്നത്? അവന്റെ ലക്ഷ്യം അപ്പോ മറ്റെന്തോ ആണ്. അതായത് റിയോ അവന്റെ പെങ്ങളെ തേടിയാണ് വരുന്നതെന്ന് ഇപ്പൊ നിലവിൽ ഇവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ വീണ്ടും ഒരു ദിവസം കഴിയുകയാണ്. ഈ അടിമകളുമായിട്ട് ഒരു കൂട്ടം പട്ടാളക്കാർ നേരെ ഇപ്പോ ഈ നദിയുടെ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ചങ്ങാടത്തിലൂടെയാണ് ഇവരെല്ലാവരെയും കൊണ്ടുപോകാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് ഈ മൊട്ട ഇവരോടെല്ലാവരോടും അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് മൊട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്താണോ പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ അത് അതുപോലെ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ഒരു കാട് വിട്ട് ഇവർ ശരിക്കുള്ള ഇവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ഒരു നദി താണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. നദി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രാജ്യദ്രോഹിയായിട്ട് ഞങ്ങൾ മുദ്ര കുത്തും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞോടിക്കോ. പോവേണ്ടവർക്ക് പോവാം. ഞാൻ 1 മുതൽ 5 വരെ ഉണ്ടെന്ന് പറയാണ്. ഇതെല്ലാം അതുപോലെ തന്നെ മറ്റാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവസാനം പറഞ്ഞ ആ ഒരു കാര്യം അതൊരു ട്രാപ്പ് ആണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അത് പറയാനായിട്ട് ഇയാൾ മടിക്കുമ്പോൾ ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇയാൾ പറഞ്ഞു രക്ഷപ്പെടേണ്ട ആൾക്കാർക്ക് ഇപ്പൊ രക്ഷപ്പെട്ടു പോവാന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നിന്നും ചില ആൾക്കാർ എഴുന്നേറ്റ് ഓടുന്നുണ്ട്. ഇതിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത ആളുടെ മകൾ വരെ എഴുന്നേറ്റ് ഓടുകയാണ്. അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. മകളോട് ഇയാൾ ആവുന്നതും പറയുന്നുണ്ട് മോളെ പോലെ ഇതൊരു ട്രാപ്പ് ആണെന്ന്. അങ്ങനെ കുറച്ചു പേര് ഓടിയല്ലോ. ഓടിക്കഴിഞ്ഞപ്പോ ഈ മൊട്ട പറയാണ് വിഡ്ഢികള്, വെറുതെ അങ്ങ് വിടുമെന്നാ കരുതിയത്. അവരുടെ പിന്നാലെ ചെന്ന് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി പറയാണ്. എന്തായാലും ആ കൂട്ടത്തിൽ ഇപ്പോ കന്നാസും കടലാസും അവരെഴുന്നേറ്റ് പോയില്ല. അവരുടെ അടുത്ത് തന്നെ സിയോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ സിയോക്കിനോട് പറയണ ചതിയന്മാര് കൊടുക്കുകയായിരുന്നു അവര്. അങ്ങനെ എന്തായാലും ഇപ്പൊ എഴുന്നേറ്റ് പോയ ഓരോ ആൾക്കാരുടെയും പിന്നാലെ ചെന്ന് ഓരോ ആൾക്കാരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സിയോക്കിന് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ എഴുന്നേൽക്കുകയാണ്. പോവാൻ നിൽക്കുമ്പോൾ പരമാവധി കന്യാസും കടലാസും പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. നീ പോവല്ലേ, അവര് ചതിയന്മാരാണ്, കൊല്ലുന്നു പറയാണ്. ഇപ്പൊ സിയോക്ക് പറയാണ് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കുന്നതിന് മുന്നേ ഒരുത്തനെങ്കിലും ഞാൻ കൊല്ലും, ഒരാളെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് സിയോക്ക് മുന്നോട്ടേക്ക് പോകണം. അവനെ കൊല്ലാനായിട്ട് ഒരു കുതിരപ്പോരാളി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ പോരാളി അടുത്തെത്തുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് അവൻ കുനിയാണ്. അവന്റെ കയ്യിൽ നിന്ന് വാള് മേടിച്ച് അവനെ കൊല്ലുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന മൊട്ടയാണെങ്കിൽ അടുത്ത ആളെ പറഞ്ഞേക്കാണ്. 2 വാളുമായിട്ടാണ് ഭയങ്കര ദേഷ്യത്തിൽ അയാൾ വരുന്നത്. നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിൽ സിയോക്കിന് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. എന്നിരുന്നാലും അവസാനം അയാളെയും സിയോക്ക് കൊന്നുകളയാണ്. ഇതേ സമയത്ത് തന്നെ ഒരമ്പ് വന്ന് സിയോക്കിന്റെ ആ ഒരു മുടിക്കിട്ടുണ്ടല്ലോ അതിലൂടെ കടന്നു പോവാണ്. അവന്റെ മുടിയെല്ലാം അഴിഞ്ഞു വീണു. അവനോട് മര്യാദക്ക് കീഴടങ്ങാനായിട്ട് ആ ഒരു മൊട്ട പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രാന്തനെ പോലെ ആ ഒരു വാളുമായിട്ട് മൊട്ടയുടെ നേർക്ക് പാഞ്ഞു വരികയാണ്. മൊട്ട അടുത്ത അമ്പ് അത് വില്ലിൽ കൊലച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അവന്റെ മേത്തേക്ക് അത് ഇപ്പൊ വീടും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഈ മൊട്ടയുടെ അമ്പിന്റെ ആ ഒരു ചരട് പെട്ടെന്ന് പൊട്ടിപ്പോവാണ്. അതേ നിമിഷം തന്നെ പാഞ്ഞു വന്നിരുന്ന സിയോക്ക് ഒരു പ്രാന്തനെ പോലെ അവനിപ്പോ വരുന്നത് ഈ മൊട്ടയുടെ നെഞ്ചിലേക്ക് തന്നെ അവന്റെ വാള് കയറ്റി ചുഴറ്റിയെടുക്കുകയാണ്. മൊട്ട അവിടെ വെച്ച് തന്നെ തീർന്നു. ഇതേ സമയത്ത് തന്നെ ദൂരെ നിന്നും കുതിരപ്പുറത്ത് ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ റിയോ ആയിരുന്നു. റിയോ ആണ് സിയോക്കിനെ രക്ഷപ്പെടുത്തിയത്, ആ അമ്പ് പൊട്ടിച്ചു കളഞ്ഞത്. എന്തായാലും മൊട്ട ഇതുപോലെ അവിടെ ചത്ത് വീണത് കണ്ടപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉഷാറാവുകയാണ്. എല്ലാവരും പേടി മറന്ന് ചാടി എഴുന്നേൽക്കാണ്. കൂട്ടത്തിലെ കന്നാസും കടലാസും ഉണ്ട്. ബാക്കിയായിട്ടുള്ള എല്ലാ പട്ടാളക്കാരെയും ഇവരെല്ലാവരും കയ്യിൽ കെട്ടിയ ആയുധമായിട്ട് കൊന്നുകളയാണ്. എന്നെല്ലാം കഴിഞ്ഞു. റിയോ അവന്റെ പെങ്ങൾ ജെയിനെ ഈ കൂട്ടത്തിൽ നോക്കുമ്പോൾ അവൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവനാകെ ടെൻഷനിലാവുകയാണ്. വേഗം തന്നെ പെങ്ങളെ തേടിക്കൊണ്ട് റിയോ പോവാണ്. അവന്റെ പിന്നാലെ തന്നെ സിയോക്കും വരുന്നുണ്ട്. സിയോക്ക് ഒരു വാക്ക് പണ്ടേ റിയോക്ക് കൊടുത്തിട്ടുണ്ട്, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു. ഇവര് രണ്ടുപേരും പോകുമ്പോൾ പിന്നെ കന്നാസും കടലാസും വരാതിരിക്കോ, അവരും പോവാണ്. അങ്ങനെ ഇവർ 4 പേര് നേരെ പോകുന്നത് ജെയിനെ തേടിയാണ്. അതായത് അടിമകളായിട്ട് സ്ത്രീകളെയൊക്കെ 2 വിഭാഗമായിട്ടാണ് കൊണ്ടുപോകുന്നത്. സുന്ദരികളായിട്ട് സ്ത്രീകളെ രാജാവിന്റെ പട്ടാളക്കാരും രാജാവും കൂടിയാ കൊണ്ടുപോകുന്നത്. സോ ആ ദിശയിലേക്കാണ് ഇവര് പോകുന്നത്. അങ്ങനെ രാത്രി ഇപ്പൊ രാജാവിനെയും രാജാവിന്റെ പട്ടാളക്കാരെയും അവര് കൊണ്ടുപോകുന്ന സ്ത്രീകളെയും കാണിക്കുകയാണ്. രാത്രിയായപ്പോ ആ കൂട്ടത്തിൽ നിന്നും നമ്മുടെ ജെയിനെ സെലക്ട് ചെയ്യാണ്. എന്തിനാണ്? ഇന്ന് രാത്രി രാജാവിന് അവളെ വേണം. രാജാവിന്റെ ടെന്റിലേക്കായിട്ട് അവളെ കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പടാളിയുടെ വാൾ ഊരിയിട്ട് അവൾ ഭയങ്കര ധൈര്യത്തിൽ തന്നെ അവനെ വെട്ടി വീഴ്ത്തുകയാണ്. മീൻസ് കൊല്ലുന്നൊന്നുമില്ല, കയ്യിൽ ഒരു വെട്ട് ഏൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് രാജാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. വേഗം ചെന്ന് അവൾക്കിട്ട ഒരു തല്ലും തല്ലി അവളുടെ കയ്യിൽ നിന്നും ആ ഒരു വാള് മേടിച്ചെടുക്കുകയാണ്. അവളുടെ ഈ ഒരു ധൈര്യം അല്ലെങ്കിൽ ഈ ഒരു ധിക്കാരൊക്കെ കണ്ട സമയത്ത് രാജാവ് പറയാണ് അവളുടെ വസ്ത്രം മുഴുവനായിട്ട് ഊരി കളഞ്ഞേക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ജെയിൻ പറയാണ് ഞാൻ വിവാഹിതയാണ്, എന്നെ അപമാനിക്കാൻ പാടില്ല. നിങ്ങളൊരു മാന്യനായ രാജാവാണെങ്കിൽ നിങ്ങളുടെ തടവ് പുള്ളികളോട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് കണ്ട് ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുകയാണ് രാജാവ്. തൽക്കാലം വസ്ത്രം അഴിക്കേണ്ടെന്ന് പറയാണ്. എന്നിട്ട് പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ രാജാവ് പറയാണ് ഇത് കണ്ടോ പുലിത്തോല്, ഈ പുലിത്തോല് എനിക്ക് വേണ്ടി സമ്മാനിച്ചത് ധീരനായിട്ടുള്ള എന്റെ അമ്മാവനാണ്. മഴയിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും എല്ലാത്തിനും എനിക്കിത് പ്രൊട്ടക്ഷൻ തരും. ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് ഇത് ഭയങ്കര ഹാർഡായിരുന്നു. എന്നാൽ പതിയെ ഇതിൽ ചില ക്രിയകളൊക്കെ ചെയ്ത് ഇതിനെ വളരെ സ്മൂത്ത് ആക്കിയെടുത്തു. അതുപോലെ തന്നെ നിന്നെയും ഞാൻ അതുപോലെ
നല്ലപോലെ സ്മൂത്ത് ആക്കി എടുക്കും. ഇവളായിട്ട് കീഴടങ്ങുന്നത് വരെ ആ ഒരു തണുപ്പിൽ കൊണ്ടുപോയിട്ട് അവളെ കെട്ടിയിടാൻ വേണ്ടി ഇപ്പൊ രാജാവ് പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു മൊട്ടയെ ഇവരെല്ലാവരും ചേർന്ന് കൊന്നു കളഞ്ഞല്ലോ. ഈ സംഭവ സ്ഥലത്തേക്ക് ജോഷിന്റെ വന്നിട്ടുണ്ട്. ജോഷിന്റെക്ക് മനസ്സിലായി ഇവരുടെ പിന്നാലെ ആരോ ഒരാളുണ്ട്, ഒരാളല്ല ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നാണ് ഇവർ നിലവിൽ വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ചേ മതിയാവുള്ളൂ. തൽക്കാലം ജോഷിന്റോ അയാളുടെ ഇപ്പോഴത്തെ ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും വേണ്ട എന്ന് വെച്ച് രാജാവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം ഇത്രയും ആൾക്കാരെ അവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്തതായിട്ട് പോവുക രാജാവിന്റെ അടുത്തേക്കായിരിക്കും. എന്തായാലും ജോഷിന്റെ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ റിയോ, സിയോക്ക്, കന്നാസ്, കടലാസ് ഇവർ 4 പേരും രാജാവും രാജാവിന്റെ പട്ടാളക്കാരും ടെന്റ് അടിച്ച ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവർ നോക്കുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ ദേഹത്തേക്ക് ഇവർ അമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെയിനിയാണെങ്കിൽ അവർ പുറത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചാടി കയറി സിയോക്ക് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ റിയോ തടുക്കാണ്. വേണ്ട, നമുക്ക് വ്യക്തമായ പദ്ധതി വേണമെന്ന് പറയാണ്. അതായത് എങ്ങനെയെങ്കിലും അവരുടെ രാജാവിനെ നമ്മൾ കീഴ്പ്പെടുത്തണം, എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തണമെന്ന് റിയോ പറയാണ്. അല്ലാതെ ഒറ്റയടിക്ക് കയറി ചെല്ലുകയാണെങ്കിൽ എല്ലാവരും മരിക്കും. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. വിശപ്പ് കാരണം നമ്മുടെ ചെയിന് കീഴടങ്ങാണ്. അവൾ ഉള്ളിലേക്ക് വന്നു. രാജാവിന്റെ മുന്നിൽ വെച്ച് ഭയങ്കര ആർത്തിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പൊ രാജാവ് ചോദിക്കുകയാണ്, നിനക്കൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ, ഇത്രയും പെട്ടെന്ന് നീയൊക്കെ കീഴടങ്ങിയോ? ഈ സമയത്ത് ജെയിൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ അച്ഛൻ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഒരിക്കലും ഒരു വിഡ്ഢിയുടെ മുന്നിൽ തല ഒരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ജീവൻ കളയാനും പാടില്ല. ഇതും പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കമ്പി ഊരിയിട്ട് ഈ രാജാവിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ആദ്യം ഒന്ന് രാജാവ് വിരണ്ടു പോയെങ്കിലും പിന്നീട് അവൾ ഇറക്കി പിടിക്കുകയാണ്. അവൾ ആ ഒരു വാള് വെച്ച്, വാളല്ല അത് വെറും ഒരു കമ്പി വെച്ച് ഈ രാജാവിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ രാജാവിന്റെ കയ്യിലാണ് വാളാണ്. രാജാവ് ഭയങ്കര പുച്ഛത്തിൽ അവളെ നോക്കി ചിരിക്കുകയാണ്. അവസാനം അവളെ മറിച്ചിട്ട് അവളുടെ ദേഹത്ത് കയറി നിന്ന് അവളെ വിവസ്ത്രയാക്കാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ പുറത്തെ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമുണ്ട്. ഒരു പട്ടാളക്കാരൻ വന്നിട്ട് രാജാവിനോട് ഈ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ പട്ടാളക്കാരനെ വാൺ ചെയ്യാണ്. പുറത്ത് എന്ത് നടന്നാലും എനിക്ക് കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് ഇപ്പൊ നിങ്ങൾ കയറാൻ പാടില്ല. അതായത് എങ്ങനെയെങ്കിലും രാജാവിനെ അവളെ ഉപദ്രവിക്കണം. പിന്നീട് എങ്ങനെയോ കുതിറി മാറിയ ജെയിൻ വീണ്ടും എഴുന്നേൽക്കാണ്. അവൾ ആ ഒരു ഇരുമ്പിന്റെ കമ്പിയും പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ കത്തി വന്നിട്ട് ഈ രാജാവിന്റെ കഴുത്തിൽ അങ്ങനെ വെക്കുകയാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ റിയ ആയിരുന്നു. രാജാവിനോട് അനങ്ങാൻ പാടില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്. നമ്മുടെ ജെയിന് നേരെ അമ്പിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. രാജാവിനെ വിട്ടില്ലെങ്കിൽ ഇവളെ ഇപ്പൊ കൊല്ലുന്ന പറയാണ്. ഇത് പറഞ്ഞ ആ പട്ടാളക്കാരന്റെ കഴുത്തിൽ നിന്ന് തന്നെ ചോര തെറിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താ, സിയോക്ക് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന തടവുപുള്ളികൾ മുഴുവനായിട്ടും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം, നമ്മുടെ കന്നാസും കടലാസും പട്ടാളക്കാരുടെ വേഷത്തിൽ വന്ന് എല്ലാവരെയും തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിക്കാം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയ ജോഷിൻഡോയും അവന്റെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നല്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജാവിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ റിയോ പുറത്തേക്ക് വരുന്നുണ്ട്. പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ജെയിനോടും സിയോക്കിനോടും രക്ഷപ്പെടാൻ പറയാണ്. എന്നാൽ ജെയിൻ എന്ത് തന്നെ സംഭവിച്ചാലും വരില്ല എന്ന് പറയാണ്. റിയോ കൂടെ വന്നാലേ പോവുള്ളൂ എന്ന് പറയാണ്. അവസാനം രക്ഷയില്ലാണ്ട് റിയോ അവളുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയാണ്, മര്യാദക്ക് പോയിക്കോ, നാളെ ഉച്ചയ്ക്ക് ഞാൻ നിങ്ങളെ കാണുന്നു പറയാണ്. ഇപ്പൊ ജെയിൻ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. സിയോക്കാണെങ്കിൽ അവളെ പിടിച്ചൊരു കുതിരപ്പുറത്ത് കയറ്റിയിട്ട് വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. രാജാവിന് അനങ്ങാൻ കഴിയുന്നില്ല. ഇയാളുടെ ദേഹത്താണെങ്കിൽ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊക്കെ റിയോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നേരം രാജാവിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അവനങ്ങനെ നിൽക്കുകയാണ്. അതായത് ജെയിനും സിയോക്കും എത്ര ദൂരത്തേക്ക് പോകാൻ കഴിയോ അത്രയും നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഏകദേശം നേരം വെളുക്കാനായിട്ടുണ്ട്. അവിടെ കൂട്ടിയിട്ട തീയൊക്കെ ഏകദേശം അണയാനായിട്ടുണ്ട്. ഇപ്പൊ രാജാവ് നമ്മുടെ റിയോട് പറയുന്നുണ്ട്, നീ നോക്കിക്കോടാ, നീയും നിന്റെ പെങ്ങളും അതുപോലെ തന്നെ അവളുടെ ചെറുക്കനും എല്ലാവരും വേദന എന്തെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അവസാനം മരിക്കാൻ പോകുന്നത്. നിന്റെ പെങ്ങളൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവളെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റും അത്രയും ഞാൻ ചെയ്യുന്നു പറയണം. ഇതേ സമയത്ത് രാജാവിനെ നോക്കിയിട്ട് റിയോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ നിന്നില്ലേ, എനിക്ക് അത് മതി എന്ന് പറയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തിക്കുള്ളിയിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് രാജാവിന്റെ ആ ഒരു തുണിയിൽ വെച്ച് ഒരക്കാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം രാജാവിനെ വലിച്ചുകൊണ്ട് ടെന്റിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി രാജാവിന്റെ ദേഹത്ത് എണ്ണ ഒഴിച്ചായിരുന്നല്ലോ, അതിലേക്ക് ഈ തീയങ്ങ് ആളി പിടിക്കുകയാണ്. രാജാവിനെ രക്ഷിക്കാനായിട്ട് ടെന്റിന്റെ ഉള്ളിലേക്ക് വന്ന പട്ടാളക്കാരുടെ ദേഹത്തേക്ക് അമ്പ് വന്ന് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫുള്ളായിട്ട് തീയങ്ങ് ആളി പടരുന്നുണ്ട്. രാജാവ് നിലവിളിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. ദേഹത്ത് മുഴുവൻ തീയാണ്. ഇതേ സമയത്ത് ഒരു കുതിരപ്പുറത്ത് ഇവിടുന്ന് നമ്മുടെ റിയോ രക്ഷപ്പെടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജോഷിന്റെ അവന്റെ ആൾക്കാരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവർ വന്ന് നോക്കുമ്പോൾ കരിഞ്ഞു കിടക്കുന്ന രാജാവിന്റെ ബോഡിയെ കാണുന്നത്. രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാൻഹാൻ. അതായത് ജോഷിന്റെയുടെ വലങ്കൈയായിട്ടുള്ള ആൾ ഓടിച്ചെന്ന് ഇയാളുടെ കഴുത്ത് വെട്ടിക്കളയാണ്. പിന്നെ നമ്മുടെ റിയോ നോക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ട് കുതിരപ്പുറത്ത് പോയല്ലോ. അവന് കാത്തുകൊണ്ട് ഒരു ഭാഗത്ത് കന്നാസും കടലാസും ഉണ്ടായിരുന്നു. എന്തായാലും ജീവനോടെ അവനെ കണ്ടപ്പോൾ സന്തോഷമാവാണ്. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്കുണ്ട് ദാണ്ട് വരുന്നു ജോഷിന്റെയുടെ ആൾക്കാർ. അവരയക്കുന്ന ഓരോ അമ്പുകളും അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ വരെ പൊളിച്ചു കളയാണ്. ആ അമ്പിന് അത്രയും പവർ ഉണ്ടായിരുന്നു. ഇത് കണ്ട് കന്നാസും കടലാസും പേടിച്ച് വിറക്കുകയാണ്. റിയോ പറയാണ് അവരുടെ കയ്യിലെ അമ്പുകൾക്ക് മാരകമായ പ്രഹരശേഷിയാണ്, ഓടി രക്ഷപ്പെട്ടു എന്ന് പറയണം. അവർ ആ ഒരു കാട്ടിലേക്ക് ഓടുന്നുണ്ട് പരമാവധി വേഗത്തിൽ. റിയോ പരമാവധി തിരിച്ച് അവരെയും ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. ഇവർ റിയോയും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പലപ്പോഴായിട്ട് ലക്ഷ്യസ്ഥാനത്തിൽ പതിക്കുന്നില്ല. പകരം ഓരോ മരത്തിൽ ചെന്നാ കയറുന്നത്. ഇതിന്റെ പിന്നിലായിട്ടാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മരത്തിൽ ചെന്ന് കയറുന്നത്. എന്നാലും ഒരു ഘട്ടത്തിൽ ഇവർ പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കന്നാസിന്റെ പിറകിൽ തന്നെ ഒരു അമ്പ് വന്ന് തുളച്ചു കയറുകയാണ്.
പറയാണ് അതിന്റെ കൂടെ തന്നെ ഒരു കോടാലിയും. അവനിനി മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ കന്നാസ് പറയാണ് എന്നെ വിട്ടേക്ക്, നിങ്ങൾ പോയി രക്ഷപ്പെടുന്ന് പറയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇപ്പൊ കടലാസും അതുപോലെ തന്നെ നമ്മുടെ റിയോ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ടാണ് ശരിക്കും കടലാസ് പോകുന്നത്. കടലാസിന്റെ അത്രയും ഒറ്റ ചങ്ങാതിയാണ് ഈ കന്നാസ്. എന്തായാലും രണ്ട് പോരാളികൾ ഏകദേശം അങ്ങോട്ടേക്ക് എത്താനായ സമയത്ത് കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു വടം പോലത്തെ ഒരു സാധനമുണ്ട്, അറ്റത്ത് കല്ലാണ്. അത് വെച്ച് അവർ ആക്രമിക്കാൻ നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഈ പട്ടാളക്കാർ പെട്ടെന്ന് ഒരു കെണിയിൽ കുടുങ്ങി ഇവര് മുകളിലേക്ക് തൂങ്ങിപ്പോവാണ്. നോക്കുമ്പോ എന്താ, പുലിയെ പിടിക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ വെച്ച കെണിയായിരുന്നു. ആ കെണിയിൽ ഇവർ വന്ന് പെട്ടു. എന്തായാലും നമ്മുടെ കന്നാസിന് അത് ഉപകാരമായി. അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേൽക്കാണ്. പുറത്ത് കോടാലിയെല്ലാം കയറി രക്തം ഒരുപാട് പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും നോക്കാതെ കന്നാസ് എഴുന്നേറ്റ് നിന്ന് ആ കല്ല് ഉപയോഗിച്ച് രണ്ടെണ്ണത്തിൽ തല്ലി കൊല്ലുകയാണ്. അപ്പോഴേക്ക് വാൻഹാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരമ്പ ഇത് കന്നാസിനെ കൊന്നു കളയുന്നുണ്ട്. ഇതേ സമയത്തിന് റിയോ കടലാസ് രണ്ടുപേരും മുന്നോട്ടേക്ക് ഓടുകയാണല്ലോ. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ജോഷിന്റെ പറയാണ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു കൊക്കയാണ്. എന്തായാലും അത് താണ്ടിക്കൊണ്ട് അവർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടെണ്ണത്തിനെയും എനിക്ക് ജീവനോടെ വേണമെന്ന് ജോഷിന്റെ പറയാണ്. ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ട് വേണം അവരെ കൊല്ലാനായിട്ട്. കാരണം രാജാവിനെയാണ് യവന്മാര് തീ വെച്ച് കൊന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ റിയോ കടലാസ് രണ്ടുപേരും ഓടി ഓടി അവസാനം ഈ കൊക്കയുടെ മുന്നിലേക്ക് വന്നു നിൽക്കാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇപ്പൊ കടലാസ് പറയാണ്, എടാ എനിക്ക് പ്രായമായി, അധിക നാളൊന്നും ഞാൻ ഉണ്ടാവില്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, വെറുതെ അനാവശ്യമായിട്ട് അതിന് തടസ്സം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കടലാസ് ഒരൊറ്റ ഓട്ടോ ഓടുകയാണ്. അതായത് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട്. അതായത് റിയോക്ക് മറ്റൊന്നും പറയാൻ സമയം കൊടുത്തില്ല. അവനിങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കി പോകുമ്പോൾ എല്ലാ പട്ടാളക്കാരും അങ്ങോട്ടേക്ക് പോകുമല്ലോ. ഇതേ സമയത്തിന് റിയോ മനസ്സില്ലാ മനസ്സോടെ അവനെ വിട്ട് മറ്റൊരു ദിശയിലേക്ക് പോവാണ്. അതായത് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഈ ഒരു കൊക്ക താണ്ടി അപ്പുറത്തേക്ക് ചാടി കിടക്കണം. രണ്ടും കൽപ്പിച്ച് റിയോ അങ്ങോട്ടേക്ക് ഒരേറ്റ ചാട്ടം ചാടുകയാണ്. അവന്റെ അമ്പുണ്ടായത് കൊണ്ട് ഒരു പാറയുടെ ഒരു ഭാഗത്ത് പിടുത്തം കിട്ടുകയാണ്. എങ്ങനെയൊക്കെയോ കൊളത്തി മുകളിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്തിന് ഒച്ചപ്പാടുണ്ടാക്കിയ കടലാസിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന വാൻഹാന് അവന്റെ മുന്നിൽ പെട്ടുപോണ്. അവൻ അമ്പെടുക്കുന്നതിന് മുന്നേ തന്നെ കടലാസ് അമ്പെടുക്കുകയാണ്. നീ എന്റെ കൈ കൊണ്ട് തീരുവാട ഇപ്പെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോഷിന്റെ ചാടി വന്ന് കടലാസിനെ വെട്ടിമുറിച്ചിടുകയാണ്. ഇതിനുശേഷം ഇവരങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് നോക്കുമ്പോൾ റിയോ ആണെങ്കിൽ അപ്പുറത്തേക്ക് എടുത്തു ചാടി. അവൻ അപ്പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോഴേക്കും ഇവർ ഒരുപാട് അമ്പുകളും അതുപോലെ കോടാലികളും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കല്ലിന്റെ പിറകിൽ അങ്ങനെ ഇരിക്കല്ലാതെ അവന് മുന്നോട്ടേക്ക് ഇപ്പൊ പോകാൻ കഴിയുന്നില്ല. എന്തായാലും അമ്പുകൾ അവരെയുമ്പോൾ റിയോ നോക്കി നിൽക്കോ. അവനും ഇതുപോലെ തന്നെ തിരിച്ചു വരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രമേ ലക്ഷ്യസ്ഥാനത്തിൽ കൊള്ളുന്നുള്ളൂ. കാരണം നോക്കി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറത്തുനിന്ന് തുരുതുരേന്ന് പറഞ്ഞിട്ട് അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ റിയോ അവന്റെ തല ഒരിച്ചിരി ഒന്ന് പുറത്തേക്ക് ഇട്ടപ്പോ ആ മുഖം ചെറുതായിട്ടൊന്ന് ജോഷിന്റെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ അമ്പയത്തിന്റെ ആ ഒരു ശൈലിയും രണ്ടും കൂടെ കണ്ടപ്പോൾ ജോഷിന്റെക്ക് മനസ്സിലായി അവരന്ന് കൊന്നു കളഞ്ഞ ആ ചെറുക്കൻ തന്നെയാണിത്. അവനൊന്ന് ചത്തില്ലായിരുന്നു, തിരിച്ചു വന്നിരിക്കുകയാണ്. ഒന്നും നോക്കണ്ട അങ്ങോട്ടേക്ക് എടുത്ത് ചാടാൻ വേണ്ടി തന്നെ ഇപ്പോ ജോഷിന്റെ പറയാണ്. ഇവരുടെ പടച്ചട്ടയും കാര്യങ്ങളൊക്കെ ഊരി വെച്ചുകൊണ്ട് ആദ്യം തന്നെ ജോഷിന്റെ അങ്ങോട്ടേക്ക് ചാടി കയറുകയാണ്. കല്ലിൽ പിടുത്തം കിട്ടി പതിയെ കയറുകയാണ്. ഇതുപോലെ വേറെയും ആൾക്കാർ ചാടി കയറുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് അമ്പ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു സമയം റിയോ ഉപയോഗിക്കുകയാണ്. അവന്റെ അമ്പുകൾ ഇവരുടെ നെഞ്ചിലേക്ക് തന്നെ പറഞ്ഞേക്കാണ്. എങ്ങനെയൊക്കെയോ ഇപ്പൊ നേരത്തെ അങ്ങോട്ടേക്ക് ചാടിയ ജോഷിൻഡോ അവന്റെ ആൾക്കാർ ഇപ്പൊ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിയോയുടെ മുന്നിൽ അവനിക്ക് നല്ല പറ്റുന്ന രീതിയിൽ വന്ന് കയറി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ റിയോ അമ്പെടുക്കുകയാണ്. നേരെ വിടാൻ നോക്കുകയാണ് ജോഷിൻഡോയുടെ നേരെ. എന്നാൽ അതിന്റെ മുന്നിലേക്ക് വാൻഹാൻ ചാടി വീണു. അവന്റെ നെഞ്ചിലേക്ക് അമ്പ് തുളച്ചു കയറുകയാണ്. അവൻ പിറകിലേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോഷിൻഡോ അവന്റെ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്. ഇതേ സമയത്ത് റിയോ വന്നിട്ട് ജോഷിൻഡോയുടെ മേത്തേക്ക് ഇങ്ങനെ അമ്പ് വിടാൻ നോക്കുമ്പോൾ ഒരു നോട്ടം നോക്കുന്നുണ്ട് ജോഷിൻഡോ. കൊറിയയിലെ പല സിനിമയിലും വില്ലനായിട്ട് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാളുടെ നോട്ടത്തിൽ ആ ഒരു വില്ലനിസ് ഉണ്ടല്ലോ, അതാണ്. ഇയാൾക്കറിയാം ഇയാൾ ഇപ്പം മരണപ്പെടുമെന്ന്. എന്നാലും ഒരു പേടിയില്ലാതെ കണ്ണിമ്മ വെട്ടാതെ ഇയാൾക്ക് നേരെ വില്ല് കൊലച്ചു നിൽക്കുന്ന റിയോ തന്നെ ജോഷിൻഡോ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് വാൻഹാൻ പറയുന്നത് എന്നെ വിട്ടേക്ക്, എന്നെ നോക്കണ്ട, അതുപോലെ തന്നെ അവനെ വിടാൻ പാടില്ലാന്ന്. എന്തായാലും അമ്പ് വിടാൻ നിൽക്കുന്ന അതേ സമയത്തിന് വേറെ കുറെ അധികം പട്ടാളക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് റിയോക്ക് ഇപ്പൊ ജോഷിൻഡോയെ കൊല്ലാൻ കഴിയുന്നില്ല. അവൻ പോയി കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ജോഷിൻഡോയ്ക്ക് നഷ്ടമായത്, വാൻഹാന്. അവനെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ കരയാണ്. പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ കരഞ്ഞു പോകണം. പിന്നെ എഴുന്നേറ്റ് നിന്ന് ജോഷിൻഡോ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, നമ്മൾ പിന്നിലാണ്, നമ്മൾക്ക് വേഗത കുറവാണ്, വേഗത കൂട്ടിക്കുവന്ന്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു പാച്ചിലാണ്. ഈ സിനിമയുടെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് മൊമെന്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ സിനിമയെ സിനിമയാക്കി മാറ്റിയ ആ ടോപ്പ് മൊമെന്റിലേക്ക്. ഈ ഭാഗമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തത്. അത്രയും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ജെയിനെയും സിയോക്കിനെയാണ്. ജെയിന് നടക്കാൻ വയ്യ. അപ്പൊ അവളുടെ കാലിലെ ആ ഒരു തുണിയും പഴയ ഒരു ഷൂ എല്ലാം ഊരി കളയുന്ന സമയത്ത് ജെയിൻ പറയാണ് അത് വേണ്ട, അത് അവളുടെ ചേട്ടൻ റിയോ സമ്മാനം കൊടുത്ത ഒരു ഷൂ ആണ്, അതെനിക്ക് വേണമെന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം ഒരു ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ സിയോക്ക് കാണുന്നത് രാജാവിന്റെ കുറച്ച് പട്ടാളക്കാര് ഇവർ ഒളിച്ചിരിക്കുന്ന ഒരു പഴയ വീട്ടിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ്. എന്തായാലും അവിടെ വെച്ച് സിയോക്ക് അവരെല്ലാം തല്ലി തോൽപ്പിച്ച് അവസാനം ജെയിനുമായിട്ട് ഇവിടെ രക്ഷപ്പെടുന്നുണ്ട്. ഇതേ നേരം റിയോ വേഗത്തിൽ കാടിനുള്ളിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം. നല്ല ദാഹം വന്നപ്പോൾ ഒരു അരുവിയുടെ അരികിൽ പോയിട്ട് വെള്ളം കുടിക്കുമ്പോൾ അവനൊരു കാര്യം കാണുകയാണ്. ഇത് അവന്റെ ഏരിയ ആണ്. ആരുടെ? ഒരു കടുവയുടെ ഏരിയ. ആ കടുവയെ മലയുടെ മുകളിലായിട്ട് അവൻ കാണുന്നുണ്ട്. അധികം വൈകിയില്ല ഇതേ സ്ഥലത്തേക്ക് തന്നെ ഇപ്പൊ ജോഷിൻഡോയും അവന്റെ ആൾക്കാരും എത്തുന്നുണ്ട്. ഇവന്റെ കൂട്ടത്തിൽ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ഒരു ഊമയുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ടൂറിൽ
എന്ന് വിളിക്കാം. സംസാരിക്കാൻ ശേഷിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഇവന് പ്രത്യേക ഒരു ടാലന്റ് ഉണ്ട്. അങ്ങ് എവിടെയോ കൂടെ ഒരു മിന്നായം പോലെ പോയ നമ്മുടെ റിയോയെ ഈ ടൂറി കാണുകയാണ്. അവിടെ ഉണ്ടെന്ന് പറയുന്ന എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് പായാണ്. സോ ആ സമയത്തുള്ള അമ്പുകൾ കൊണ്ടുള്ള ഒരു യുദ്ധം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിയില്ല, നിങ്ങൾക്ക് കാണാനേ കഴിയുള്ളൂ. അത്രയും ബെസ്റ്റ് സീനാണ് ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊരിഞ്ഞ യുദ്ധം എന്ന് പറയാം. എന്തായാലും ഇതിനൊടുവിൽ റിയോയുടെ ദേഹത്ത് അവസാനം ജൂഷിന്റെ ഒരമ്പ് ഇത് കയറ്റുന്നുണ്ട്. തെറിച്ചു വീണവൻ അവനെ പിടിക്കാനായിട്ട് ഇവർ ഓടി ചെന്ന് നോക്കുമ്പോൾ അതൊരു പുൽമൈതാനമായിരുന്നു. ഇതിലെവിടെയാണ് റിയോ ചെന്ന് വീണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് ആ കൂട്ടത്തിൽ ഒരാൾ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് രക്തവും അതുപോലെ തന്നെ അമ്പ് ഉരിയെടുത്തതിന്റെ പാടുണ്ട്. അതായത് അവൻ വീണ്ടും ആ ഒരു കാടിനുള്ളിലേക്ക് തിരിച്ചു കയറി. പിന്നാലെ തന്നെ ജോഷിന്റെയും അവന്റെ ആൾക്കാരും വീണ്ടും കയറുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരു പാറയുടെ ഇടയിൽ വെച്ചിട്ട് റിയോ ഇവരെല്ലാവരും പിടിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ജോഷിന്റോ അവനെ കൊല്ലണ്ട എന്ന് പറയാണ്. നേരത്തെ ജോഷിന്റോയെ കൊല്ലാൻ റിയോയ്ക്ക് നല്ലൊരു അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നീ എന്നെ കൊന്നില്ല എന്ന് റിയോയോട് ജോഷിന്റെ ചോദിക്കുകയാണ്. ഒന്നും മിണ്ടാതെ റിയോ നിൽക്കുകയാണ്. സത്യമായിരുന്നു ജോഷിന്റെ പറഞ്ഞതുപോലെ, നേരത്തെ വേണമെങ്കിൽ ജോഷിന്റോയെ കൊല്ലായിരുന്നു. അതായത് ആ ഒരു കൊക്കയിൽ തൂങ്ങിക്കിടുന്ന ആ ഒരു സമയത്ത് നീ എന്നെ അപമാനിക്കായിരുന്നല്ലേ. എന്തായാലും ഇവിടെ വെച്ച് നിന്റെ ശരീരത്തിന്റെ ഓരോ കഷണവും മുറിച്ച് കൊന്നുകളയെന്ന് പറയണം. എന്നാൽ റിയോയുടെ മനസ്സിൽ മറ്റെന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഈ പറയലൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് ഇവരുടെ പിറകിൽ നിന്ന് ഒരു കടുവ ഇവരെ ആക്രമിക്കുന്നത്. ഈ ഗ്യാപ്പിന് റിയോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അതായത് ഈ കടുവയുടെ മടയിലേക്ക് ഇവരെ കൊണ്ടുവന്ന് പെടുത്തിയിടാൻ റിയോ. എന്തായാലും കടുവയുടെ ആക്രമണത്തിൽ ഇവരുടെ കൂട്ടത്തിൽ രണ്ടാൾക്കാർ മരിച്ചു പോയെങ്കിലും അവസാനം കടുവയെ കൊന്നുകളയാണ്. ഇപ്പൊ ആ കൂട്ടത്തിൽ ഒരുത്തിന് ഭയങ്കര പേടി. അവൻ എല്ലാവരും പോകുമ്പോൾ അനങ്ങാത്തങ്ങനെ നിൽക്കുകയാണ്. എന്താ കാര്യം എന്ന് ജൂഷിന്റെ ചോദിച്ചപ്പോൾ എന്തോ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നുന്നു അറിയണം. ഇവിടെയാണ് ജൂഷിന്റെ എന്ന് പറഞ്ഞ ആ ഒരു ലീഡറുടെ ആ ഒരു പവർ കാണിക്കുന്നത്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ട് കൈയും പിടിച്ചിട്ട് അവനെ പണിഷ് ചെയ്യുന്നൊന്നുമില്ല. അവനോട് പറയാണ്, എന്താടാ മരണഭയം വന്നോ? നിന്റെ അച്ഛനാരാടാ? അദ്ദേഹത്തെ നീ നാണം കെടുത്തുകയാണോ? ഈ പടയുടെ മുന്നിൽ പോവേണ്ടത് നീയാണ്. ആദ്യം മുന്നിൽ നിന്ന് നീ നയിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പേടിച്ചവനെ തന്നെ മുന്നിൽ നിർത്തണം. അവൻ ആവേശം വന്നു. ഇവൻ മുന്നിൽ ഒരു ഏറ്റ പാച്ചിലാണ്. ഇവന്റെ ബെയ്ത്താലിയാണ് പിന്നെ ഈ ജൂഷിന്റെയും ബാക്കിയുള്ള ആൾക്കാരും പോകുന്നത്. കണ്ടോ, ഒരു ലീഡറുടെ പവറാണത്. വില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി, നമുക്ക് ഇഷ്ടം തോന്നിപ്പോകും. എന്തായാലും റിയോയുടെ പിന്നാലെ ഇവർ കാട്ടിലേക്ക് തന്നെ. എന്നാൽ ഇവർ പോകുന്ന ഒരു വഴിയിൽ തന്നെ റിയോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ മുന്നോട്ട് പോയിട്ടില്ല. വരുന്ന ഓരോ ആൾക്കാരെയും അവൻ കൗണ്ട് ചെയ്യാണ്. 4 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഏറ്റവും അവസാനം പോയവന്റെ കാലിലേക്ക് തന്നെ ഒരമ്പിട്ട് വെക്കുന്നുണ്ട് റിയോ. ഇത് കണ്ട് അവന്റെ സഹോദരൻ അങ്ങോട്ടേക്ക് ഓടി വരുന്ന സമയത്ത് ഇപ്പൊ ജൂഷിന്റെ വാൺ ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലാന്ന്. എന്നാൽ സ്വന്തം ബ്രദറാണ് ഇങ്ങനെ അമ്പേറ്റ് കിടക്കുന്നത്. അവനൊന്നും നോക്കിയില്ല, പാഞ്ഞു ചെല്ലുകയാണ്. ഇപ്പോ ഈ ജൂഷിന്റെ കയ്യിൽ തന്നെ നല്ല പവറുള്ള ഒരു അമ്പ് ഉണ്ടായിരുന്നു അറിയില്ലേ, അതിലൊരെണ്ണം നമ്മുടെ റിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ അമ്പ് പിടുക്കുകയാണ്, കൊലച്ച് പിടിക്കുകയാണ്, ഒരേറ്റ വിടലാണ്. അതിൽ ചേട്ടന്റെയും മനിയന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുണ്ട്. രണ്ടുപേരുടെയും ദേഹത്തു കൂടെ അത് തുളച്ച് കയറിയിട്ട് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഒരു മരത്തിൽ കുത്തി നിൽക്കുകയാണ്. അത്രയും പവറുള്ള ഒരു അമ്പ്. ഈ ഒരു കാര്യം കണ്ട് ആകെ പകച്ച് നിൽക്കുകയായിരുന്നു ഇവരുടെ ലീഡർ ആയിട്ടുള്ള ജൂഷിന്റെ. ഇതേ സമയത്തിന് സംസാരിക്കാൻ പറ്റാത്ത ആളുണ്ടല്ലോ, അവനിപ്പോ ഒരു അമ്പ് എടുത്തുകൊണ്ട് നേരെ റിയോയുടെ നേർക്ക് അയക്കാണ്. എന്നാ റിയോയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. അടുത്ത നിമിഷം തന്നെ ജൂഷിന്റെക്ക് നേരെ റിയോ അവന്റെ അമ്പ് അയക്കുന്നുണ്ട്. സംസാരിക്കാൻ പറ്റാതെ ഇവനാണെങ്കിൽ ചാടി കയറി ഇതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ജൂഷിന്റെക്ക് ഡയറക്റ്റ് ആയിട്ട് കൊള്ളേണ്ട ആ ഒരു അമ്പ് ഇവന്റെ ചങ്കിലൂടെ കയറിയിട്ട് ജൂഷിന്റെ നെഞ്ചത്തേക്ക് കയറുകയാണ്. അവൻ അവന്റെ ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ആ അമ്പ് കുത്തി കയറി ജൂഷിന്റെ അവിടെ തന്നെ വീഴുകയാണ്. അങ്ങനെ 4 ആൾക്കാർ അവസാനം ബാക്കിയുണ്ടായിരുന്ന ലീഡർ അടക്കം എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് നമ്മുടെ റിയോ എവിടുന്ന് പോവാണ്. റിയോ നോക്കുമ്പോൾ ജൂഷിന്റെ അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. അവൻ അവിടുന്ന് പോയി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജൂഷിന്റെക്ക് വീണ്ടും ബോധം വരികയാണ്. ആ അമ്പ് ഊരിയെടുത്തു. വീണ്ടും അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്. ഈ തവണ റിയോ എല്ലാ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്നത് ജോഷിന്റോയാണ്. കാരണം അവനിപ്പോ ഒറ്റയ്ക്കാണ്. കാട്ടിലൂടെ നടക്കുന്ന ഒറ്റയാനായിട്ടുള്ള ഒരു വേട്ടമൃഗത്തിനെ പോലെയാണ് ഇപ്പൊ ജോഷിന്റോ. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യും. ഇതേ സമയത്ത് പെങ്ങളെ തേടിക്കൊണ്ട് റിയോ നേരെ ആ ഒരു മൈതാനത്തിലേക്ക് എത്തുകയാണ്. കുറെ അകലെയായിട്ട് ഇപ്പൊ ജെയിനെയും അതുപോലെ തന്നെ സിയോക്കിനെയും കാണുന്നുണ്ട്. അവൻ വേഗം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്ന ആ ഒരു ആപത്തിനെ അവനിപ്പോ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവന്റെ വിചാരം അവൻ മരിച്ചു കഴിഞ്ഞു, ജോഷിന്റോ മരിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നാൽ ആ ചെകുത്താൻ മരിച്ചിട്ടില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. ആ മൈതാനത്തിലൂടെ ജെയിന്റെ അടുത്തേക്ക് വരുന്ന റിയോയെ അവൻ കാണുന്നുണ്ട്. അവന് നേരെ ഒരു അമ്പങ്ങനെ കുലച്ച് പിടിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ഒരു കാര്യം ജെയിനും സിയോക്കും കാണുന്നുണ്ട്. സിയോക്ക് വേഗം തന്നെ അവന്റെ കയ്യിൽ അമ്പെടുത്തിട്ട് ജോഷിന്റേക്ക് നേരെ അയക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ദൂരത്തിലാണ്. സിയോക്കിന്റെ കൈ വറക്കുന്നുണ്ട്. പെട്ടെന്ന് സിയോക്കിന്റെ കയ്യിൽ നിന്ന് ജെയിന് ആ ഒരു അമ്പ് മേടിക്കുകയാണ്. റിയോയുടെ അനിയത്തിയല്ലേ, അവൾക്ക് ആ ഒരു സ്കിൽ ഇല്ലാതിരിക്കോ? ഇപ്പോ ഈ ഒരു ജോഷിന്റോയ്ക്ക് നേർക്ക് അവൾ അങ്ങനെ ആ ഒരു അമ്പ് വിടാൻ നിൽക്കുന്ന അതേ നിമിഷം തന്നെ ജോഷിന്റോ റിയോയ്ക്ക് നേരെ അമ്പ് വിട്ടുകഴിഞ്ഞു. എന്നാൽ ജെയിൻ ചെയ്തത് എന്താണെന്നറിയോ? ഈ ജോഷിന്റോയ്ക്ക് നേരെ അമ്പ് ചെയ്യാതെ നമ്മുടെ ഈ റിയോ വന്നുകൊണ്ടിരിക്കുന്ന കുതിരയ്ക്ക് നേരെ അമ്പയക്കുകയാണ്. കുതിരയുടെ ചങ്കിൽ തന്നെ അമ്പ് തുളച്ചു കയറി അതേ നിമിഷം തന്നെ റിയോ താഴേക്ക് വീഴാണ്. ഇപ്പൊ ജോഷിന്റോ അയച്ച അമ്പാണെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോയി. അതായത് ജെയിൻ എടുത്ത ആ ഒരു ഡിസിഷൻ അത് കറക്റ്റ് ആയിരുന്നു. ഇതിനുശേഷമാണ് റിയോയ്ക്ക് ബോധം വന്നത്. അതായത് ജോഷിന്റോ മരിച്ചിട്ടില്ല, അവൻ വേഗം എഴുന്നേറ്റ് പോയാണ്. കാരണം എന്താ, ജോഷിന്റെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെയിനും റിയോയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ജോഷിന്റോ റിയോയുടെ അനിയത്തി അതായത് ജെയിൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ ജോഷിന്റെ അവന്റെ ട്രാക്ക് മാറ്റുകയാണ്. നേരെ ജെയിന്റെ അടുത്തേക്ക് പോവുക. റിയോ നോക്കി നിൽക്കോ? റിയോ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവസാനം
ഇപ്പൊ ജെയിൻ നടുവില്, അപ്പുറ ഭാഗത്ത് ജോഷിന്റെ, ഇപ്പുറ ഭാഗത്ത് റിയോ. 3 പേരുടെയും ശ്വാസം, ആ 3 പേരുടെയും ശ്വാസം വിടുന്ന ഒരു ശബ്ദം നമുക്കിപ്പോ വ്യക്തമായിട്ട് കേൾക്കാം. അങ്ങനെ അത്രയും ഏകാഗ്രമായിട്ടാണ് റിയോയും അതുപോലെ തന്നെ ജോഷിന്റെയും അവരുടെ അമ്പുകൾ അങ്ങനെ കൊലച്ചു പിടിച്ച് നിൽക്കുന്നത്. എന്നാൽ ജോഷിന്റെ റിയോയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള അമ്പ് വെച്ച് ഇവിടെ വെച്ച് നിനക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയില്ല, കാരണം നല്ല കാറ്റുണ്ട്, അത് ക്വാളിറ്റി ഇല്ലാത്ത അമ്പാണ്, നിന്റെ പെങ്ങളെ നിനക്ക് രക്ഷിക്കാൻ പറ്റില്ലടാന്ന് പറഞ്ഞിട്ട് ജെയിന് നേരെ ഒരൊറ്റ ഇയലാണ് ആ ഒരു അമ്പ്. അവളുടെ ഷോൾഡറിലൂടെ ആ ഒരു അമ്പ് പോയിട്ട് അത് പിന്നെ നമ്മുടെ റിയോയുടെ നെഞ്ചിൽ കയറുകയാണ്. ഇതേ സമയം റിയോ അയച്ച അമ്പാണെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിയതുമില്ല. ജോഷിന്റെ പറഞ്ഞതുപോലെ തന്നെ അത് പാളിപ്പോയി. എന്തായാലും ഇതിനുശേഷം വീണ് കിടക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, അവളുടെ കഴുത്തിൽ ഈ കത്തി വെച്ചുകൊണ്ട് റിയോട് പറയാണ്, നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താണ് എനിക്ക് മനസ്സിലായി, എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നീ കൊന്നു, ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് ഈ ഒരാളെ കൊല്ലുന്നതിലൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് അവളുടെ ആ ഒരു കഴുത്ത് അറുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിയോ അവന്റെ നെഞ്ചിൽ നിന്നും ആ ഒരു അമ്പ് ഊരിയെടുക്കുകയാണ്. എന്നാൽ ചെയിൻ പറയുന്നുണ്ട്, ചേട്ടാ അത് ഊരരുത്, ഊരിയ ചേട്ടൻ മരിക്കുന്നത്. എന്നാൽ അതൊന്നും നോക്കാതെ റിയോ ആ അമ്പ് ഊരിയെടുക്കുകയാണ്. ഹൃദയത്തിൽ നിന്നും ചോര തെറിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. അവൻ ഒന്നും നോക്കിയില്ല, അവന്റെ നെഞ്ചിൽ കയറിയ ആ അമ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ആ ഒരു കാറ്റില് ജോഷിന്റേക്ക് നേരെ അവൻ ആ ഒരു അമ്പ് പിടിക്കുന്നുണ്ട്. എന്നാൽ ജോഷിന്റെ തൊട്ട് മുന്നിൽ തന്നെ ചെയിനെ നിർത്തിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മുടെ റിയോയ്ക്ക് ഉന്നം നോക്കാൻ കഴിയുന്നില്ല. അതുപോലെ കാറ്റുമുണ്ട്. ജോഷിന്റെ പറയുന്നുണ്ട്, ഒരിക്കലും നിനക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയില്ല, നീ അമ്പ് ചെയ്താൽ അവളുടെ ദേഹത്തെ തട്ടുള്ളൂ എന്ന്. എന്നാൽ റിയോ രണ്ടും കൽപ്പിച്ച് അവന്റെ ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അതായത് ഈ എയ്യുന്ന സമയത്ത് നല്ല കാറ്റുണ്ടെങ്കിൽ ചരടൊന്ന് വളച്ചു പിടിക്കും, അതുപോലെ വളച്ചു പിടിച്ച് ഒരച്ച വിടലാണ്. എവിടെയാണോ അവൻ വിചാരിച്ചത് അതേ ലക്ഷ്യസ്ഥാനത്ത് അമ്പ് പോയി തുളച്ച് കയറുന്നുണ്ട്, ജോഷിന്റെ കഴുത്തിൽ തന്നെ. അവനെ കൊണ്ട് ഇപ്പോ നമ്മുടെ ചെയിനിന്റെ കഴുത്ത് ഇറക്കാൻ പറ്റിയില്ല, ചെയിൻ താഴേക്ക് വീഴാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു ജീവൻ വെച്ച് ജോഷിന്റെ പതിയെ പതിയെ റിയോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറയാണ്, കാറ്റിന്റെ ഗതി അതിനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല, എന്നാൽ അതിനെ മറികടക്കാൻ കഴിയും, നീ അതിനെ മറികടന്നു എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ജോഷിന്റെ നിലംപൊത്തി വീഴാണ്. അതേ നേരം തന്നെ റിയോയും നിലംപൊത്തി വീഴുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെയിൻ ഓടി വരികയാണ്. ചേട്ടൻ നോക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതുപോലെ റിയോ പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇതേ സമയത്ത് ചെയിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ചേട്ടൻ കൊടുത്ത ആ ഒരു ഷൂ ഉണ്ടല്ലോ, ചേട്ടാ ഇതെന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഒരിക്കലും ഇത് കളയില്ല എന്ന് പറയണം. ഈ മരണസമയത്തും ഇപ്പൊ റിയോ പറയുന്നത്, മോളെ എനിക്ക് ഒരുപാട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിന്നെയും കൂട്ടി നമ്മുടെ നാട്ടിലേക്ക് പോയിട്ട് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ശരിച്ചു ഇതിനേക്കാൾ നല്ല ഷൂ നിനക്ക് മേടിച്ചു തന്നു, നിന്നെയും കൂട്ടി ആ ചന്തയിലൂടെ അങ്ങനെ നടക്കാൻ എന്തൊരു ആഗ്രഹമായിരുന്നു അറിയോ. എന്തായാലും കുഴപ്പമില്ല, നീ നല്ലൊരാളുടെ കയ്യിൽ തന്നെ എത്തിയത്, നീ നന്നായിട്ട് ജീവിക്കണം കേട്ടോ. അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ട് റിയോ അവിടെ വെച്ച് മരിച്ചു വീഴാണ്. എന്തായാലും ആ ഒരു വേദന അത് നമ്മുടെ ചെയിനും അനുഭവിക്കുന്നുണ്ട്. അത്രയും സ്നേഹിച്ച അവൾ അത്രയും പ്രൊട്ടക്ട് ചെയ്ത ചേട്ടനാണിത്. അവളെ തേടി ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് ആലോചിച്ച് നോക്കിയ. രാജാവിന്റെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പടയാളിയാണ്, പടയാളി കൂട്ടത്തെയാണ് ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ റിയോ തോൽപ്പിച്ചു കളഞ്ഞത്, അത് വെറും അമ്പുകൾ കൊണ്ട്. എന്തായാലും പിന്നീട് ജെയിനും സിയോക്കും അവരുടേതായ ആ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. ഇനി അവരൊറ്റയ്ക്ക് ജീവിച്ചോളും. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്തെല്ലാം പറഞ്ഞാലും ഈ സിനിമ കണ്ടു തീരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഒന്നാമതായിട്ട് ഞാൻ പറയും, അത് ഇതിലെ വില്ലനാണ്. അവന്റെ നോട്ടം, അവന്റെ കണ്ണുണ്ടല്ലോ, ആ നോട്ടം നമുക്ക് മറക്കാൻ വഴിയില്ല. ഈ സിനിമ നിങ്ങൾ കാണണം, തീർച്ചയായിട്ടും കാണണം. എനിക്കൊരു വില്ലനോട് ഇത്രക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല. അടിപൊളി അടിപൊളി, നിങ്ങൾ പറ്റിയെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സോ എന്തായാലും ഇതിനേക്കാൾ നല്ല മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ.